ഹലോ, ഇന്ന് നമുക്കൊരു അലുവ തയ്യാറാക്കി നോക്കിയാലോ. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന കറുത്ത അലുവയുണ്ടല്ലോ, അത് നമുക്കൊന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാം. നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആരും അത് വീട്ടിൽ ട്രൈ ചെയ്യാത്തതെന്ന് തോന്നുന്നു. പക്ഷേ ഞാനിത് ആഗ്രഹം കൊണ്ട് ചെയ്ത് നോക്കി, യൂട്യൂബെല്ലാം സെർച്ച് ചെയ്ത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വറുത്ത അരിപ്പൊടി 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തേങ്ങാപ്പാൽ നന്നായിട്ട് കട്ടയില്ലാതെ അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 പാൽ മാറ്റി വെച്ചിട്ട് 2/2 പാൽ കുറച്ചധികം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതും കൂടി ചേർത്താണ് കലക്കിയെടുക്കുന്നത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി ചേർക്കുന്നുണ്ട്. 1 കിലോ ശർക്കര പാനിയാക്കിയതാണ്. ഈ 3 ചേരുവകളും കൂടി ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടായി വരുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമ്മളത് കുറുകി വരും. അപ്പോൾ തന്നെ നമ്മളതൊരു മീഡിയത്തിലേക്ക് മാറ്റുക തീ. എന്നിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. ഒറ്റ ട്രിപ്പായിട്ടല്ല, 2-3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ നെയ്യ് കുറേശ്ശെ വെളിച്ചെണ്ണ അങ്ങനെ മാറി മാറി ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂടായിരിക്കും തോറും ഇങ്ങനെ കുറുകി വന്നുകൊണ്ടേയിരിക്കും. നന്നായി കുറുകി വന്നു കഴിഞ്ഞപ്പോൾ 1/4 പാൽ എടുത്ത് വെച്ചിരുന്നല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കാഷ്യൂ നട്ട്സ് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ ചേരുവകളും നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് അലുവ പരുവത്തിൽ എത്തിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. സമയം ചെല്ലുന്തോറും ഇതിങ്ങനെ ചുരുങ്ങി കട്ടിയായി വന്നുകൊണ്ടേയിരിക്കും. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ പകുതിയായി ചുരുങ്ങി വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ഷമയോടുകൂടി സൈഡിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാം ഇങ്ങനെ ഇളക്കി ക്ഷമയോടെ അടുക്കി പിടിക്കാതെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ടെക്സ്ചർ മാറി വരും. അലുവയുടെ കളറിലോട്ട്, നല്ല കറുത്ത കളറിലോട്ട് ചുരുങ്ങി കട്ടി വെച്ചിങ്ങനെ വരും. ആ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിരുന്ന നെയ്യും വെളിച്ചെണ്ണ ഒപ്പം തേങ്ങാപ്പാൽ എണ്ണയെല്ലാം ഇതിൽ നിന്ന് കനിച്ച് പുറത്തേക്ക് എടുക്കും. പിന്നെ ആ എണ്ണയ്ക്ക് ഇടുന്നാണ് ഇതിങ്ങനെ കുറുകി വെന്ത് വരുന്നത്. അങ്ങനെ ഇളക്കി കൊടുക്കും തോറും ഇതിങ്ങനെ കട്ടിയായി വന്ന് ശരിക്കും എന്താ ഒരു അലുവ പദം എത്തും. ആ സമയമാകുമ്പോൾ നമ്മളതൊരു ഏത് പാത്രത്തിലോട്ടാണോ മാറ്റുന്നത് അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചൂടോടെ കോരിയിട്ട് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ നമ്മളത് അമർത്തി സെറ്റ് ചെയ്യുകയും വേണം. അതിനുശേഷം നമ്മളതിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്യൂ നട്ട്സാണ് ഉപയോഗിച്ചത്. കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെല്ലാം കഴിയുമ്പോൾ നന്നായി ചൂടാറി കിട്ടും. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിങ്ങനെ സൈഡൊന്ന് ജസ്റ്റ് പിടിച്ച് കൊടുത്താൽ മാത്രം മതി. നോക്കി എത്ര പെർഫെക്റ്റായിട്ട് വന്നെന്ന്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും വളരെ രുചികരമായിരുന്നു. എന്താ പറയുക, ഇത്ര പെർഫെക്റ്റായിട്ട് കിട്ടുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. അത്ര സൂപ്പറായത് കാരണമാണ് ഞാനിങ്ങനെ ഇത്രയും പറയുന്നത്. അലുവ ഇത്രയും രുചികരമാണെന്ന് സത്യമായിട്ടും വീട്ടിലുണ്ടാക്കി കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.